അതായത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച അതായത് നേപ്പാളിലെ ഭരണം കൈയാളുന്ന പല നേതാക്കളുടെ മക്കൾ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള അതായത് വളരെ എന്താ പറയുക ആഡംബര ജീവിതം നയിക്കുന്ന പല സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന ടൂറുകൾ നടത്തുന്നതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും പോസ്റ്റുകളായും റീലുകളായിട്ടൊക്കെ നിരന്തരം പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണ ജനങ്ങൾ വലിയ രീതിയിൽ പട്ടിണി, ദുരിതം, ദാരിദ്ര്യം, അതെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം ഈ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഒരു സ്വാഭാവികമായി ഉണ്ടായ എന്താ പറയുക പ്രതികാരമെന്നോ പ്രതികരണമെന്നോ പറയാം. അതാണ് നേപ്പാളിൽ ഉണ്ടായ ഭരണ അട്ടിമറിയിലേക്ക് നയിച്ചത്. ഇപ്പോൾ നേപ്പാളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ പ്രകാരം അവരുടെ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി അവർ ഇന്ന് തന്നെ അവിടുത്തെ ഇടക്കാല ഭരണകൂടത്തിൻ്റെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കും എന്നുള്ള ഒരു വാർത്തയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് പങ്കുവെക്കാൻ പറ്റുന്നത്.